ദൈവമേ, വെളുപ്പിനേ അല്ല, സമയം ഇത്രയും. ദേ പള്ളി കൊള്ളാട്ടാ. ഈ ആണ്ടണിക്ക് എന്തോ പറ്റി? ഇപ്പൊ നന്നായ? എടാ ആന്റണി, എൻ്റെ മനസ്സ് പറയണേ, ലൂക്കാച്ചനിലേക്കുള്ള ദൂരം ഇനി അധികമൊന്നും ഇല്ലടാ. പെട്ടെന്ന് തന്നെ നമുക്ക് ലൂക്കാച്ചനെ കണ്ടുപിടിക്കാന്നേ. നിന്ന് ഉഷാറായിക്കേ. എടാ നിന്റെ കൂടെ ഞാനും സെബാനക്കില്ലേ, ഉഷാറാവ്. നമുക്ക് പോകണ്ടേ? ബാ, സമയം കളയണ്ട, നമുക്ക് പോവാം. നീ പേടിക്കാണ്ടിരിക്കേ, നമുക്ക് കണ്ടുപിടിക്കാം. ബാ സെബാട്ടി, ബാ ബാ വാടാ. നമുക്കേ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഹലോ മോനെ, ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ ഉണ്ട് മോനെ. ഇവിടെ നല്ല മഴയൊക്കെയാണ്, കാറ്റും മഴയൊക്കെ ഉണ്ട്, ഇടിമിന്നലൊക്കെ ഉണ്ട്. തെക്ക് ഭാഗത്ത് നല്ല കടൽക്ഷോഭമാണ്. ആ മോനെ, നല്ല മഴയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തുടങ്ങിയേക്കണ മഴ ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല. ആ മോനെ, ഞാൻ വിളിച്ചേക്കാം. ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. കറണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും വരും, അങ്ങനെയൊക്കെ നിൽക്കണം. റിൻസി ഇവിടെ നന്നായിട്ടിരിക്കണ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കണം. അവള് വലിയ വലിയ സാധനങ്ങളാണ് ചോദിക്കണത്. ഞാൻ ഇപ്പൊ അവല് അണിച്ചു കൊടുത്തിരുത്തിയേക്കണേണ്. ആ ഞാൻ പറയാം. ആ മോനെ, ഓക്കെ എന്നാ. നിനക്കെന്താണ് ഇവിടെ ഉള്ളതൊന്നും ഇപ്പൊ ഇഷ്ടാവണില്ല ഇപ്പ? ആ കറണ്ട് വന്നല്ല, ഇതെപ്പോ പോയതാണത്? സമാധാനമായില്ലേ? ഇനി ആ TV എല്ലാം വെച്ചിരുന്ന് കാണും. മനുഷ്യന് വെറുതെ പണിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ. അതെ, ആ സ്വിച്ച് ഒന്നിടോ. ആ സ്വിച്ച് ഇടണേണ്. ഇരുതെടുക്കുന്ന എഴുന്നേക്കരുതട്ടാ. ഞങ്ങളൊക്കെ ഗർഭിണിയായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തിരുന്നെന്ന് അറിയാമോ? നീ അങ്ങനെ ഇരുന്നോ, മേലാനെങ്ങനെ ചെയ്യണ്ട. കരകവിഞ്ഞ പെരിയാറിൽ മുങ്ങിത്താണ് ആലുവ. ജലനിരപ്പ് ഉയർന്നതോടെ തൃശൂർ എറണാകുളം റൂട്ടിൽ ട്രെയിനുകളുടെ വേഗത കുറച്ചു. പെരിയാറും ചാലക്കുടിയാറും സംഗമിക്കുന്ന മാഞ്ഞാലി ഭാഗത്തെ തുരുത്തുകൾ മുങ്ങി. തേലത്തുരുത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുടുങ്ങിയവരെ സൈന്യം രക്ഷിച്ചു. കൊച്ചി നഗരത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇപ്പോഴും വെള്ളം അർച്ചന, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഉള്ളത്? എന്തെല്ലാം തടസ്സങ്ങളാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ? കഴിഞ്ഞ 2-3 ദിവസമായി തുടർന്ന മഴ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ചെറിയൊരു ശമനമുണ്ടായെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കൂടുന്നു എന്നതാണ് ഇവിടെ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇവിടെ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ എല്ലാ വീടുകളുടെയും 1-ാം നില പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്ന സമയങ്ങളിൽ വീടുകളിൽ നിന്ന് വരാതെ 3 വീടിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അവിടെയുള്ളവരെ രക്ഷിക്കാനായി പോലീസും മറ്റു പ്രവർത്തകരും അങ്ങോട്ട് പോകുന്ന പ്രശ്നമാണല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ ഇനിയും ക്യാമ്പിൽ പോകേണ്ടി വരുമോ? മാതാവേ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ക്യാമ്പിൽ പോകേണ്ടി വരും കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്തോ വേദന പോലെ. എന്തായാലും ചേട്ടനെ വരാൻ പറയും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? നീ പേടിക്കാണ്ടിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ദയവായിട്ടൊരു വഴി കാണിച്ചു തരും. നീ എഴുന്നേറ്റ് റൂമിലോട്ട് പോവാം. നമുക്ക് സൂക്ഷിച്ച്. ഹലോ ജോബി മോനെ. ആ അമ്മച്ചി,
ആ ഞാൻ കടപ്പുറത്തുണ്ടമ്മ. ആ ഇവിടെ മഴയൊക്കെ പെയ്ത് വെള്ളം പൊങ്ങിയേക്കാണ്. ആ എന്താ അമ്മ പറഞ്ഞോ? ആണല്ലേ? ആ ഞാൻ വരാം അമ്മച്ചി. അമ്മച്ചി പേടിക്കണ്ട, ഞങ്ങളിപ്പോ തന്നെ വരാട്ടാ. ഹലോ ഞങ്ങളിപ്പോ തന്നെ വരാം അമ്മച്ചി. അമ്മ പേടിക്കണ്ട. ആ കേക്കണ്ട് അമ്മച്ചി, ഇപ്പൊ തന്നെ വരാട്ടാ. എത്തിക്കോളാം അമ്മച്ചി, എത്തിക്കോളാം. സെബാട്ടി എല്ലാം പറഞ്ഞിട്ടാ പോയേക്കണേ. ആ സെബാനെ എല്ലാം പറഞ്ഞിട്ടാ പോയേക്കണ അമ്മച്ചി. ഞാൻ എത്തിക്കോളാട്ടാ. ആ ശരി ശരി ശരി. സെബാനെ, എടാ നീ എവിടെയാടാ? ഡാ ഇവിടെ ആകെ മൊത്തം പ്രശ്നോടെ സബാട്ടി. ഡാ ഇവിടെ മഴ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയ മഴയാണ്. മഴ നിക്കണില്ല. ഇപ്പോഴാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നേക്കണത്. അങ്ങനെയല്ലടാ, നമ്മുടെ തെക്കും ഭാഗത്തുള്ള വീടും പള്ളിയുടെ അകത്തേക്കും വെള്ളം കയറിയടാ. എടാ നമ്മുടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല സബാട്ടി. പിന്നെ അതെ, നീ ടെൻഷൻ അടിക്കരുത്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. അതെ, ഇന്ന് രാവിലെ വെളുപ്പിനെ 8 മണിയപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടാ നമ്മളെ റിൻസി കൊച്ചിന് വേദന തുടങ്ങിയിട്ടുണ്ട്. വേദന അറിയാടാ. ഇവിടെ നല്ല മഴയാണ്. ഞാനിപ്പോ തന്നെ വീട്ടിലേക്ക് പോണേണ്. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അറിയാലോ. എടാ നീ ടെൻഷൻ അടിക്കലേ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് ചെല്ലും. ഞാൻ നിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ടെൻഷൻ അടിക്കലേ സബാനെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് പോണേണ് കേട്ടാ. ആ ശരി ശരി, ഞാൻ വെക്കണേ. ശരിയാകും, അവനിപ്പോ വരും. മോനെ ജോബി ഒരു വണ്ടി വിളിച്ചിട്ട് വന്നേ. പ്രശ്നമാണെന്ന് തോന്നണം. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ആ ശരി അമ്മച്ചി, ഞാൻ പിടിച്ചിട്ട് വരാം. എടാ അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചിട്ട് പെട്ടെന്ന് വാ. ഇപ്പൊ വരാം. ഏയ് അമ്മച്ചി ഇവിടെ പോണു. ഞാൻ നമ്മുടെ ദാക്ഷായണി ചേച്ചിനെ വിളിച്ചിട്ട് വരാടാ. ആ ശരി, പോയിട്ട് വാ. ശരി. ചേട്ടാ വണ്ടി ഒന്നും കിട്ടുമെന്ന് തോന്നില്ല ചേട്ടാ. അവിടെ മൊത്തം വെള്ളം കയറി കിടക്കോ. എന്തിയോടെ ഇപ്പൊ? എനിക്കറിയാൻ പാടില്ല ചേട്ടാ. ആശുപത്രി കൊണ്ടുണ്ട്. ഒരുത്തരം വിളിച്ചിട്ടും കിട്ടുന്നില്ല.
കേട്ടില്ലടാ. എടാ നീ ഇങ്ങ് വന്നേ, കുഴപ്പമില്ല, ഇങ്ങ് വന്നേ. എന്താണ് ജോബി ഇത്? For this child I have prayed, and you heard my cry. For this baby I had faith, and you gave new life. In this moment now I pray, and I vow to you this day, I dedicate this baby back to you. I dedicate myself to train and love them like you do. I will do my part. I will put your word into their heart. I dedicate this baby back to you. You have granted such a trust with this precious gift. With your power, by your love, my all I on the straight and narrow. പരിശുദ്ധ കന്യകാമറിയം തന്റെ ദിവ്യകുമാരനെ ബത്ലഹേം നഗരിയിൽ കാലികളുടെ സംഗീതമായിരുന്ന ഒരു ഗുഹയിൽ പാത്രയാക്കി പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യക്കുറവും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം. രാവിൻ പടവിൽ നീളും വഴിയിൽ കാലം കഥകൾ എഴുതുന്നു.